കാലപ്പഴക്കം വന്ന സർക്കാർ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണമെന്ന ഉത്തരവിൽ ഇളവ് തേടി കേരളം കേന്ദ്രത്തിന് കത്തയച്ചു. 15 വർഷം പൂർത്തിയായെങ്കിലും വാഹനങ്ങൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ചില സർക്കാർ അർദ്ധ സർക്കാർ വാഹനങ്ങൾ കുറഞ്ഞ ദൂരമേ ഓടിയിട്ടുള്ളൂ എന്നും കത്തിൽ കേരളം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, ഈ ഉത്തരവ് നടപ്പാക്കിയാൽ അത് വലിയ ബാധ്യതയുണ്ടാക്കും എന്ന കാര്യം കേരളം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കത്തിൽ. എന്താണ് കേരളത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്, തുടർ നീക്കങ്ങൾ? അജീഷ്, അറിയിച്ചത് എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന പല വാഹനങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെന്റിൽ KSRTCയുടെ അടക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം നിരവധി വാഹനങ്ങൾ 15 വർഷം പൂർത്തിയാക്കിയവയാണ്. ഈ വാഹനങ്ങളെല്ലാം തന്നെ സ്ക്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയാകും സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുക. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനോട് ഇങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് നിലവിൽ സർവീസിലുള്ള ഫയർഫോഴ്സിന്റെ അടക്കം 15 വർഷം പൂർത്തിയായ വാഹനങ്ങളെല്ലാം മികച്ച കണ്ടീഷനിലുള്ളതാണ്. ഇതെല്ലാം ഇനിയും വർഷങ്ങൾ ഓടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ തുടർന്ന് ഓടിക്കാനുള്ള ഒരു ഇളവ് സംസ്ഥാനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനം അത് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ബഡ്ജറ്റിലാണ് കേന്ദ്രം ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 15 വർഷം പൂർത്തിയാക്കിയ പിന്നിട്ട വാഹനങ്ങളിലും ഗ്രീൻ ടാക്സും ഒപ്പം തന്നെ ഇത് സ്ക്രാപ്പ് ചെയ്യണമെന്നുള്ളൊരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത്. ഇതിൽ ഇളവ് തേടിയാണ് സംസ്ഥാനം കേന്ദ്രത്തിനെ സമീപിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.